ഇടത് വലത് ഇടത് വലത് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ കേരളത്തിന് എന്താണ് കിട്ടിയത്? വിദ്യാസമ്പന്നരായ നമ്മുടെ മക്കൾ തൊഴിലില്ലാതെ അന്യനാടുകളിലേക്ക് പലായനം ചെയ്യുന്നു. ശമ്പളവും പെൻഷനും നൽകാൻ കഴിയാതെ സംസ്ഥാനം കടക്കെണിയിൽ ശ്വാസം മുട്ടുന്നു. ഇതൊക്കെ പറഞ്ഞു ഞാൻ മടുത്തു, കേട്ട് നിങ്ങളും മടുത്തു. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ സെക്രട്ടേറിയറ്റ്, മാഫിയ സംഘങ്ങളുടെ കളിത്തട്ടായി മാറിയ നമ്മുടെ തെരുവുകൾ, ഇതാണോ നമ്മുടെ സ്വപ്നങ്ങളുടെ കേരളം? എന്നാൽ നോക്കൂ, കടലിനക്കരെയല്ല, നമ്മുടെ അതിർത്തികൾക്കപ്പുറം ഭാരതം ഇന്ന് ലോകത്തിന് മാതൃകയായി വളരുന്നു. നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ നേതാവിന് കീഴിൽ ഭാരതം വിശ്വഗുരുവായി ഉയരുമ്പോൾ കേരളം മാത്രം എന്തിനാ ഈ ചളിക്കുണ്ടിൽ ഇങ്ങനെ കിടക്കുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. പിണറായി വിജയൻ 3.0 എന്ന സ്വപ്നം കാണുന്ന ഇടതും ഭരണം പിടിക്കാൻ വേഷം കെട്ടുന്ന UDF-ഉം ഈ വട്ടം അമ്പരക്കാൻ പോവുകയാണ്. കാരണം കേരളത്തിന്റെ മണ്ണിൽ ഒരു മൂന്നാം ശക്തി മുളപൊട്ടിക്കഴിഞ്ഞു. അത് വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു വികസന വിപ്ലവമാണ്. BJP-യുടെ കരുത്ത് എന്താണ്? രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള നേതാക്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അതെങ്ങനെ നമ്മുടെ നാടിന് മാറ്റും? വോട്ടർമാരുടെ മനസ്സിലെ യഥാർത്ഥ ചിത്രം എന്താണ്? ഒരു നിർണായക സർവേ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇടതുപക്ഷത്തിന്റെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കാം. 2021 പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ വികസനത്തിന്റെ പുതിയ ചരിത്രം രചിക്കുമെന്ന് പലരും കരുതി. എന്നാൽ സംഭവിച്ചത് എന്താണ്? കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി സ്വർണ്ണക്കടത്ത് മാഫിയകൾ വിലസി. സ്പ്രിംഗ്ലർ മുതൽ ലൈഫ് മിഷൻ വരെ നീളുന്ന അഴിമതികളുടെ പരമ്പര. സാധാരണക്കാരന് വീട് നൽകാൻ കേന്ദ്രം നൽകുന്ന പണത്തിൽ പോലും കമ്മീഷൻ അടിക്കുന്ന വിധിയാണ് ലൈഫ് മിഷനിൽ നമ്മൾ കണ്ടത്. ഒടുവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും. ഇതിനെല്ലാമെതിരെ ശബ്ദമുയർത്തുന്നവരെ പോലീസിന് വിട്ട് അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് ശൈലിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. സാമ്പത്തികമായി കേരളം ഇന്ന് വെന്റിലേറ്ററിലാണ്. 1,00,000 കോടി രൂപയുടെ കടമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും. എന്നാൽ 1,00,000 കോടിയല്ല, അതിലും മേലെയാണ്. സംസ്ഥാനത്തെ ഓരോ കുഞ്ഞിന്റെയും തലയിൽ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഈ സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. കിഫ്ബി എന്ന പേരിൽ ഒരു സമാന്തര സാമ്പത്തിക സാമ്രാജ്യം ഉണ്ടാക്കി വരും തലമുറയെ പണയപ്പെടുത്തിയിരിക്കുകയാണ്. വികസനം എന്ന് ഇവർ വിളിക്കുന്ന കേരയിൽ പോലെയുള്ള പദ്ധതികൾ വെറും പകൽക്കിനാവുകൾ മാത്രമാണ്. വരാത്തതാണ് നല്ലത്, അത് വേറെ കാര്യം. പ്രായോഗികമല്ലാത്ത ഇത്തരം പദ്ധതികളിലൂടെ കോടികൾ കമ്മീഷൻ അടിക്കാനുള്ള നീക്കമാണ് ഇവരെല്ലാം നടത്തുന്നത്. ഇടത് കേന്ദ്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വികസന പടങ്ങൾ കാണിക്കുന്നുണ്ടാകാം, വെറും PR സ്റ്റണ്ട്. പക്ഷെ സാധാരണക്കാരന്റെ അടുക്കളയിൽ ഒന്നും പുകയുന്നില്ല. വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുകയാണ് മലയാളി. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ല. ഇന്ധന സെസ് എന്ന പേരിൽ ഇരട്ടി നികുതിയാണ് നമ്മൾ നൽകുന്നതെല്ലാം. ഇതാണോ ഇടതുപക്ഷം പറയുന്ന ജനക്ഷേമ ഭരണം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇവർക്ക് മറുപടി നൽകി തുടങ്ങി. LDF-ന്റെ ഉരുക്കുകോട്ടകൾ ഓരോന്നായി തകരുകയാണ്. ഇനി നമുക്ക് UDF-നെ നോക്കാം. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോൾ അതിന്റെ ഗുണം കിട്ടേണ്ടത് പ്രതിപക്ഷത്തിനാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് NDTV സർവേ പറയുന്നു. പക്ഷേ വോട്ടർമാർക്ക് ഇവരെ വിശ്വാസമുണ്ടോ? കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ തടവറയിലാണ്. ലീഗ് പറയുന്നതിനപ്പുറം ഒരു തീരുമാനമെടുക്കാൻ VD സതീശനോ K സുധാകരനോ ആർക്കും കഴിയുന്നില്ല. മതമൗലികവാദ ശക്തികളുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്ന കാര്യത്തിൽ LDF-ഉം UDF-ഉം ഒരുപോലെയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാൻ ഇവർ മത്സരിക്കുകയാണ്. അഴിമതിയുടെ കാര്യത്തിൽ UDF-ഉം ഒട്ടും പിന്നിലല്ല. പഴയ സോളാർ കേസും ബാർക്കോഴയും മലയാളി മറന്നിട്ടില്ല. ഇപ്പൊ സോളാർ കേസിൽ പിണറായി സർക്കാർ കാണിക്കുന്ന മൃദു സമീപനം തന്നെ ഇവർ തമ്മിലുള്ള രഹസ്യധാരണയുടെ തെളിവാണ്. നിയമസഭയിൽ പരസ്പരം പോരടിക്കുമെങ്കിലും അണിയറയിൽ ഇവർ ഭായ് ആണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വ്യക്തമായ ബദൽ നൽകാൻ ഇവർക്കൊന്നും സാധിക്കുന്നില്ല. അധികാരം കിട്ടിയാൽ ഗ്രൂപ്പ് പോരിലൂടെ എല്ലാം നശിപ്പിക്കുന്ന സ്വഭാവമാണ് കോൺഗ്രസിന്റേത്. ഭാരതത്തിൽ ഒരിടത്തും കോൺഗ്രസിന് ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കേരളം എന്തിന് ഈ മുങ്ങുന്ന കപ്പലിൽ കയറണം? ഇവിടെയാണ് BJP-യുടെ പ്രസക്തി ഉള്ളത്. ഒന്ന് നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ. ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ് ഇത്രത്തോളം ഉയർന്ന കാലം ഇതിനു മുമ്പ് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി എന്ന നേതാവ് ഇന്ന് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ്. ഭാരതം ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തി ആയിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ 3ാം സ്ഥാനത്ത് എത്തും. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനം നോക്കൂ. 1000കണക്കിന് കിലോമീറ്റർ നീളുന്ന എക്സ്പ്രസ് വേകൾ, 100കണക്കിന് പുതിയ എയർപോർട്ടുകൾ, മെഡിക്കൽ കോളേജുകൾ. ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസം 37 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കുന്നു. കേരളത്തിലെ NH66 വികസനം പോലും മോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് നടക്കുന്നത്. ഭാരതമൊട്ടാകെ ഡിജിറ്റൽ വിപ്ലവം നടക്കുമ്പോൾ കേരളം ഇപ്പോഴും പഴയ നോക്കുകൂലി രാഷ്ട്രീയത്തിലാണ്. UPI ഇടപാടുകളിൽ ഇന്ത്യ എന്ന ലോകത്ത് ഒന്നാമതാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് നടന്നു. അമേരിക്ക താരിഫ് കുറച്ചു. ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ടും സൗജന്യ ഗ്യാസ് കണക്ഷനും വീടും നൽകാൻ മോദി സർക്കാരിന് സാധിച്ചു. ഈ പദ്ധതികൾ കേരളത്തിലും എത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിന്റെയൊക്കെ പേര് മാറ്റി സ്വന്തം പദ്ധതികളാക്കി അവതരിപ്പിക്കുകയാണ്. പിണറായിയുടെ ചിരിച്ച ഫോട്ടോയും ഉണ്ടാവും. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നാൽ അത് നടപ്പിലാക്കാനുള്ളതാണ്. ആ ഗ്യാരണ്ടിയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അഴിമതിയില്ലാത്ത, വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണം.
ഭാരതം കുതിക്കുമ്പോൾ കേരളം മാത്രം എന്തിനാണ് കിതയ്ക്കുന്നത്? ഈ ചോദ്യം ഓരോ മലയാളിയും ഇന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. 2026 തിരഞ്ഞെടുപ്പിൽ BJPയെ നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള അതികായന്മാരാണ്. IT മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച, കേന്ദ്രമന്ത്രി പദം അലങ്കരിച്ച, രാജ്യത്തിന്റെ ടെക്നോളജി മേഖലയെ ഉന്നതയിൽ എത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കാവുന്നതാണെന്ന് സർവേകളിൽ ജനങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. അത് വെറുതെയല്ല. കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടത് വികസനമാണ്. അവർക്ക് വേണ്ടത് തൊഴിലവസരങ്ങളാണ്. IT രംഗത്തും സെമി കണ്ടക്ടർ മേഖലയിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ കേരളത്തിലേക്കും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡും വിഴിഞ്ഞം പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക താല്പര്യത്തിൽ വളരുന്നവയാണ്. കേരളത്തെ ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റാൻ BJPക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ എത്രയോ മുന്നിലാണ്. UPയിലെ മാറ്റം നോക്കാം. ഒരു കാലത്ത് ഗുണ്ടാരാജ് ഭരിച്ചിരുന്ന UP ഇന്ന് വ്യവസായങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും പറുദീസയായി മാറി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എടുത്തു നോക്കിയാലോ, ഭാരതത്തിന്റെ സാംസ്കാരിക വീണ്ടെടുപ്പിന്റെ അടയാളമാണത്. കേരളത്തിലും അത്തരമൊരു സാംസ്കാരികവും വികസനപരവുമായ മാറ്റം BJP ഉറപ്പു നൽകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സർവേകളെല്ലാം BJPക്ക് അനുകൂലമാകുന്നത്. അപ്പോൾ UDFും LDFും വിയർക്കുകയാണ്, കിതയ്ക്കുകയാണ്. കേരളം മാറേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇടതും വലതും മാറി മാറി പരീക്ഷിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയത്? ലഹരി മാഫിയകളുടെ പിടിയിലാണ് നമ്മുടെ നാട്. സ്കൂൾ പരിസരങ്ങളിൽ പോലും മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നു. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് കള്ളപ്പണക്കാരെയും രാജ്യദ്രോഹികളെയും BJP സർക്കാർ തുറുങ്കിലടയ്ക്കുമ്പോൾ ഇവിടെ അവരെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിക്കുകയാണ്. ഈ ഒത്തുകളി രാഷ്ട്രീയം അവസാനിക്കേണ്ടേ? BJP കേരളത്തിൽ അധികാരം പിടിച്ചാൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇവയാണ്. അഴിമതി രഹിത ഭരണം, നയാ പൈസയുടെ അഴിമതി ഇല്ലാത്ത കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തും. വ്യവസായ വിപ്ലവം വേറെ, നോക്കുകൂലിയും യൂണിയൻ ഗുണ്ടായിസവും അവസാനിപ്പിച്ച് കേരളത്തെ നിക്ഷേപക സൗഹൃദമാക്കും. യുവജന ശാക്തീകരണം, നമ്മുടെ മക്കൾക്ക് വിദേശത്ത് പോകേണ്ടി വരില്ല. IT മാനുഫാക്ചറിംഗ് മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അടുത്തത് കാർഷിക പുരോഗതിയാണ്. റബ്ബർ കർഷകർക്കും നെൽകർഷകർക്കും ന്യായമായ വില ഉറപ്പാക്കും. കേന്ദ്രത്തിന്റെ താങ്ങുവില കൃത്യമായി കർഷകരിലെത്തും. സുരക്ഷിത കേരളമാകും. മതമൗലികവാദികളെയും ക്രിമിനലുകളെയും ഒക്കെ അടിച്ചമർത്തി സമാധാനപരമായ അന്തരീക്ഷം ഉറപ്പാക്കും. കേരള ലൈവ് ന്യൂ പോൾ സർവേ പറയുന്നത് BJPക്ക് 3 സീറ്റ് കിട്ടുമെന്നാണ്. എന്നാൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം നമുക്ക് നൽകുന്ന സൂചന എന്താണ്? തിരുവനന്തപുരത്തെ വിജയം നൽകുന്ന നമുക്ക് സൂചന എന്താണ്? ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. BJPക്ക് ലഭിക്കുന്ന വോട്ട് ഷെയർ ഓരോ തിരഞ്ഞെടുപ്പിലും 10 മടങ്ങ് വർദ്ധിക്കുന്നു. 2026 ഈ മാറ്റം സീറ്റുകളിലേക്ക് പ്രതിഫലിക്കും. 2026 നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ നൽകുന്ന വോട്ട് പിണറായി വിജയനോ VD സതീശനോ ഉള്ളതല്ല. അത് നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ കേരളം മാത്രം അഴിമതിയുടെയും ദാരിദ്ര്യത്തിന്റെയും കേന്ദ്രമായി മാറണോ? ഇന്ത്യയുടെ ഭാഗമാകൂ, വികസനത്തിന്റെ ഭാഗമാകൂ. മോദി സർക്കാരിന്റെ വികസന നയങ്ങൾ കേരളത്തിലും നടപ്പിലാക്കാൻ BJPക്ക് ഒരു അവസരം നൽകണമെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിനും കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിനും മറുപടി നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഭാരതം ഇന്ന് ജ്വലിക്കുകയാണ്. ആ വെളിച്ചം കേരളത്തിലേക്കും എങ്ങനെയെങ്കിലും ഒന്ന് എത്തട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സർവേയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരോ സുരേഷ് ഗോപിയോ ആകണമോ, അതോ ഇനിയും നമ്മൾ ഈ അഴിമതി ഭരണത്തിന്റെ കീഴിൽ തുടരണമോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.